ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നതിനൊപ്പം സവർണ മേധാവിത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ മുന്നണി പോരാളി എന്ന നിലയിലും അടയാളപ്പെട്ട മഹാൻ തന്നെയാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ BJP ഭരണാധികാരികളും സംഘപരിവാർ നേതാക്കളും അംബേദ്കറുടെ മഹത്വം എപ്പോഴും പറയാറുണ്ട്. എങ്കിലും സവർണാധിപത്യ മനോഭാവത്തോടെയുള്ള അംബേദ്കറോടുള്ള വിയോജിപ്പ് കാരണം അദ്ദേഹത്തോടുള്ള അവരുടെ ആദരവ് ആത്മാർത്ഥമല്ലാത്തതാണ് എന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അംബേദ്കർ പ്രതിമ നിലനിർത്തുന്നതിന് വേണ്ടി പോലും ദളിത് വിഭാഗങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടുകയും കരിനിയമങ്ങൾ ചാർത്തിയുള്ള നിയമ നടപടികളെ ചെയ്യേണ്ടി വരാറുണ്ടായിരുന്നു. അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചതിനും നിലവിലുള്ളവ സംരക്ഷിക്കുന്നതിനും വേണ്ടി നിലകൊണ്ട് ദളിതർക്ക് നേരെ കിരാത നടപടികൾ ഉണ്ടായ 1/2 ഡസനോളം സംഭവങ്ങൾ അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഝാൻസിയിലെ ജാർബോയിൽ അംബേദ്കർ ജയന്തിയുടെ ഭാഗമായി സ്ഥാപിച്ച പ്രതിമ ആദിത്യനാഥ് സർക്കാരിന്റെ പോലീസും റവന്യൂ അധികാരികളും നീക്കം ചെയ്തിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തായിരുന്നു പ്രതിമയുടെ സ്ഥാനം. നിയമവിരുദ്ധമായാണ് സ്ഥാപിച്ചത് എന്നായിരുന്നു ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. സാമൂഹ്യ നവോത്ഥാന നായകനായ അംബേദ്കറുടെ പ്രതിമ നീക്കിയത് പ്രതിമ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ 30ഓളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം മാസങ്ങൾക്ക് മുൻപ് തന്നെ അലിഗഡിലും സമാന സംഭവം ഉണ്ടായിരുന്നു. പ്രതിമ നീക്കം ചെയ്യുന്നതിനെ എതിർത്ത ദളിത് വിഭാഗങ്ങളുമായി നേരിയ സംഘർഷവും ഉണ്ടായിരുന്നു. സീതാപൂരിനടുത്തുള്ള വിഭ്രവപുര എന്ന സ്ഥലത്ത് മാർച്ച് 12-നാണ് അംബേദ്കറുടെയും ശ്രീബുദ്ധന്റെയും പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയായിരുന്നു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടക്കുന്നതിന്റെ വൻ സന്നാഹത്തോടെത്തിയ ഉദ്യോഗസ്ഥ സംഘം പ്രതിമകൾ നീക്കം ചെയ്യുകയായിരുന്നു. സ്ഥലത്ത് സംഘർഷം സൃഷ്ടിക്കുവാൻ ഒരു വിഭാഗം ശ്രമിച്ചുവെന്ന് ആരോപിച്ച് പ്രദേശവാസിയായ ഒരാൾ നൽകിയ പരാതിയെ തുടർന്ന് കേസും എടുത്തിട്ടുണ്ടായിരുന്നു. ലക്നൌവിനടുത്ത ഗന്ധരിയിൽ പ്രതിമ നീക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷം ഉണ്ടാവുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗ്രാമസഭ സ്ഥാപിച്ച അംബേദ്കർ പ്രതിമയാണ് നീക്കിയത്. ഇതിനെല്ലാം പുറമെയാണ് സമോകര ഗ്രാമത്തിൽ അംബേദ്കറുടെ പ്രതിമ നീക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ പേരിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 12 പേർക്കെതിരെ വധശ്രമത്തിനും തിരിച്ചറിയാത്ത 30 പേർക്കെതിരെ മറ്റു കുറ്റങ്ങൾ ചുമത്തിയും കേസെടുത്തിരിക്കുന്നത്. അംബേദ്കറോടുള്ള ആദരവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദളിത് വിഭാഗങ്ങളോടുള്ള സമീപന കാര്യത്തിലും BJPയുടെ സവർണ മനോഭാവം വ്യക്തമാണ്. പൊതുവെ ഹിന്ദു മത വിശ്വാസികൾ എന്ന ധ്വനിയിലാണ് സംഘപരിവാർ നിലപാടുകൾ എങ്കിലും അതിന്റെ സവർണാധിപത്യ ബോധ്യം അടയിരിക്കുന്നത് സ്പഷ്ടമായ കാര്യമാണ്. അതിന്റെ ഫലമായാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതും അതിനോട് മൃദു സമീപനം സർക്കാർ സ്വീകരിക്കുന്നതും കാണുന്നത്. ഉത്തരേന്ത്യയിലും പല പ്രദേശങ്ങളിലും ദളിത് വിഭാഗങ്ങൾക്ക് ഹൈന്ദവ ആചാര പ്രകാരമുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനോ വിവാഹ ഘോഷയാത്രകൾ നടത്തുന്നതിനോ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അഥവാ അതിന് തുനിയുകയാണെങ്കിൽ തന്നെ സവർണ വിഭാഗത്തിൽ നിന്ന് കായികമായ അതിക്രമങ്ങൾ നേരിടേണ്ടായി വരികയും ചെയ്യും. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങി BJP ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മധ്യപ്രദേശിൽ ടിങ്കാങ്കൺ ജില്ലയിലെ മുഖ്ര ഗ്രാമത്തിൽ വിവാഹ ഘോഷയാത്രക്കിടെ ദളിത് യുവാവിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഘോഷയാത്രയിൽ കുതിരപ്പുറത്തേറി സഞ്ചരിച്ചതിനാണ് യുവാവിനെ മർദ്ദിച്ചത്. തങ്ങളുടെ പ്രദേശത്തു കൂടി പോകരുതെന്ന് ആക്രോശിച്ച് ഒരു സംഘം ഘോഷയാത്ര തടയുകയും ആക്രമിക്കുകയുമായിരുന്നു. ചെരുപ്പ് ധരിച്ച് സഞ്ചരിച്ചതിനും മർദ്ദന കാരണമായിരുന്നു. 5 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. ഹോളി ആഘോഷിച്ചതിന് ഉത്തർപ്രദേശിലെ ഫറൂദാബാദിലും മധുരയിലും വിവാഹത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ നടത്തിയതിന് ആഗ്രയിലെ അസീസ്പുരയിലും ദളിതർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു. മധ്യപ്രദേശിൽ ദമോഹ്, ഗ്വാളിയർ, ഗുജറാത്തിലെ ഗാന്ധിനഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവാഹം ആഘോഷമായി നടത്തിയതിന് ദളിതർക്ക് നേരെ സവർണ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംഘപരിവാർ ഹിന്ദു മതത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്നുവെങ്കിലും ദളിതരെ ഒരു കാലം അകറ്റിയാണ് നിർത്തേണ്ടത് എന്നുള്ള സവർണ ബോധ്യമാണ് ഇവിടെ എല്ലാം പ്രകടമാകുന്നത്. മനുസ്മൃതി ഉദ്ഘോഷിക്കുന്ന ചാതുർവർണ്ണ ആശയത്തിൽ നിന്ന് മാറി നടക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നതിന്റെ തെളിവായാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ ഒത്താശയോടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്.